പൂരം ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായി തന്നെ നടക്കുകയാണ്. സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് നടക്കും. വൈകുന്നേരം 7 മണിക്കാണ് ആദ്യം തിരുവമ്പാടി വിഭാഗം ഈ വെടിക്കെട്ടിന് തിരികൊളുത്തുക. തുടർന്ന് പാറമേക്കാവും തിരികൊളുത്തും. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് ഇരു വിഭാഗങ്ങളുടെയും മാറ്റുരയ്ക്കലാകും സാമ്പിൾ വെടിക്കെട്ട്. ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ നമുക്കറിയാം വലിയ ആവേശമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ഇന്ന് സാമ്പിൾ വെടിക്കെട്ടാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഇന്ന് സാമ്പിൾ വെടിക്കെട്ടാണ്. അതിന് മുന്നോടിയായി ചമയ പ്രദർശനം ആരംഭിക്കും. ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായി ഗജവീരന്മാർക്ക് അണിയാനുള്ള ആഭരണങ്ങൾ, അതിനോടൊപ്പം തന്നെ ചമയങ്ങളെല്ലാം തന്നെ ഇന്ന് പ്രദർശിപ്പിക്കും. വളരെ വർണ്ണാഭമായ ഒരു കാര്യമാണ്. അതിനു മുമ്പായി എൻ്റെ കൂടെ ഇപ്പോൾ മന്ത്രി കെ രാജനും അതുപോലെ തന്നെ കളക്ടറും അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരെല്ലാവരും തന്നെ ഈ ഘടകക്ഷേത്രങ്ങളിലെത്തി ഈ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുകയാണ്. മിനിസ്റ്റർ, എങ്ങനെയായി നമ്മുടെ ഒരുക്കങ്ങളൊക്കെ, പൂരത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ? നല്ല ഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഘടക പൂരങ്ങളുടെയും സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ബഹുമാനപ്പെട്ട MLAയും കളക്ടറും കമ്മീഷണറും ഒക്കെ ഉൾപ്പെടെ രാവിലെ മുതൽ ഞങ്ങൾ പോയി തുടങ്ങിയതാണ്. വളരെ ആവേശകരമായിട്ടുള്ള ഒരുക്കങ്ങളാണ് എല്ലാ തവണയും പൂരം. ചെമ്പൂക്കാവിൽ വരുമ്പോൾ കുറച്ചുകൂടി ആവേശത്തിലാണ് ഇവർ. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ കേരളത്തിലെ തന്നെ ആനപ്രേമികളുടെ വളരെ ആവേശമായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് ഇവരോട് നേരത്തിന് തുടങ്ങണം, കൃത്യമായി പോകണം, വലിയ ആരവം ഉണ്ടാകുന്നവരുടെ കൂട്ടത്തിൽ നിന്നൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവർ വളരെ സെറ്റിൽഡാണ്. എല്ലാ ഘടകപൂരങ്ങളും വളരെ നല്ല ഒരുക്കങ്ങൾ അതാത് പ്രദേശങ്ങളിൽ നടത്തി. ഇത്തവണ പൂരവുമായി ബന്ധപ്പെട്ട ഏറ്റവും ചെറിയ വളരെ 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 മൈന്യൂട്ടായ കാര്യങ്ങളിൽ പോലും പ്രത്യേകമായ ശ്രദ്ധ എടുത്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് പൂരം കാണാൻ വരാൻ ഇപ്പോൾ ട്രെയിനിൻ്റെ സ്റ്റോപ്പുകൾ പ്രഖ്യാപിച്ചു. KSRTC കൂടുതൽ സർവീസുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇന്ന് ഞങ്ങളിപ്പോൾ സ്വകാര്യ ബസ് ഉടമകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. കൂടുതൽ പെർമിറ്റ് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കും. ഒരു ആവേശം എന്ന് പറയുന്നത് വെടിക്കെട്ട് അടുത്ത് നിന്ന് കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു അനുഭവമാണ്. ഇപ്പം ഞങ്ങളുടെയൊക്കെ കോളേജ് കാലത്താണ് ഇത്ര അടുത്ത് നിന്ന് വെടിക്കെട്ട് കാണാൻ പറ്റിയത്. പിന്നെ കൊല്ലത്തുണ്ടായ ഒരു വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് ചില നിബന്ധനകൾ വന്നു. പിന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ വന്നു. ഇപ്പോൾ നേരത്തെ തന്നെ വളരെ കൃത്യമായി കോടതിയുടെ അതായത് AGയുടെ ഉപദേശപ്രകാരം പൂരത്തിൻ്റെ വെടിക്കെട്ട് നടത്താൻ ഉറപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ഇല്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായി പത്താരപ്പുരം മുതൽ കറണ്ട് ബുക്സ് വരെ ഏതാണ്ട് 10-20,000-ഓളം ആളുകൾക്ക് സ്വരാജ് റൗണ്ടിൽ തന്നെ ഇറങ്ങി നിന്ന് പൂരത്തിൻ്റെ വെടിക്കെട്ട് കാണാൻ കഴിയുന്ന വിധത്തിൽ വർണ്ണാഭമായി ഇത്തവണ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊരു അത്ഭുതമായിരിക്കും. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ നാളെ അതായത് 6-ാം തീയതി വൈകുന്നേരം 6 മണി വരെ പറയാതെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കൊടകളുടെ വർണ്ണമേളം അവർ രഹസ്യ ചെപ്പുകളിൽ നിന്ന് എടുക്കും. വൈകുന്നേരം ഏതാണ്ടാവുമ്പോൾ സാധാരണ ഓരോ തവണയും ഓരോ പ്രത്യേകതകളുണ്ട്. പണ്ട് നെയ്തു മുടങ്ങിയ കൊടകൾ പിന്നെ പതുക്കെ ഡിജിറ്റലായി ഇപ്പോൾ AI ആയി. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ കൂടി ഇത്തവണ പൂരത്തിനുണ്ടാകും. കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. 14 ലക്ഷം ആളുകളാണ് ഏറ്റവും കൂടുതൽ പൂരത്തിനിവിടെ വന്നതായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഔദ്യോഗികമായ കണക്ക്. ഇത്തവണ ഒരു 20% കൂടി ആളുകൾ, അതായത് ഒരു 18 ലക്ഷത്തിനിടയിൽ ആളുകൾ വന്നേക്കും എന്ന ധാരണയിലാണ് നമ്മൾ തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയിട്ടുള്ളത്. നല്ല ചൂടുള്ളത് കൊണ്ട് വരുന്നവരൊക്കെ വെള്ളം കരുതുന്നത് എന്നതുപോലെ തന്നെ വെള്ളം കൊടുക്കാനുള്ള സംവിധാനങ്ങളും വ്യാപകമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. ആംബുലൻസ് സർവീസ് ഏതെങ്കിലും വിധത്തിൽ തളർന്നു വീണാൽ എടുത്തു കൊണ്ടുപോകാവുന്ന പിന്നെ ആവശ്യമായിട്ടുള്ള വളണ്ടിയർമാർ ഉൾപ്പെടെ ഉള്ള സൗകര്യങ്ങൾ, സ്ട്രക്ചറുകൾ, അങ്ങനെ. അപ്പം എന്തായാലും വന്നാ മതി, കണ്ടുപോകാം, അടിച്ചു പൊളിച്ച് കണ്ടുപോകാം. ആളുകൾ എത്തണം, അല്ലെങ്കിൽ TV ഇരുന്ന് കാണാൻ പറ്റുള്ളൂ. ഇവിടെ എത്തിയാൽ അതല്ല ഞാൻ പറഞ്ഞേ, വരാനിരിക്കുന്ന ആൾ ഇവിടെ എത്തിയാൽ ഒരു കുറവും തൃശ്ശൂർക്കാർ വരുന്നില്ല. മണ്ണിൽ മാത്രമല്ല തൃശ്ശൂരിന് മനസ്സിലിടണ്ട്. അപ്പൊ എവിടെയും ചവിട്ടാം. ധൈര്യം കാണാനുള്ള പൂരത്തിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞറിയിക്കുന്നില്ല. ഇവിടെ വന്ന് അടിച്ച് പൊളിച്ച് പൂരം കണ്ട് മടങ്ങാം. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തകൃതിയായി ഇവിടെ പുരോഗമിക്കുകയാണ്. ഇന്ന് സാമ്പിൾ വെടിക്കെട്ടാണ്. ചമയ പ്രദർശനം അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും.